ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ആനപ്രാമ്പലിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇന്ന് പ്രഭാതം 4:30 ആനപ്രാമ്പാൽ ഇടവയിൽ നിന്ന് 9 വള്ളങ്ങളിലായിട്ട് ഏകദേശം 150 പേരോളം ഈ മണൽപ്പുറത്ത് വരികയും പുരാതന കാലത്തെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് ബൈബിള് ഏന്തിക്കൊണ്ട് അവർ ഇന്ന് മണൽപ്പുറത്ത് വന്നു. ഇതിനൊരു സന്ദേശം കൊടുക്കാനായിട്ടുള്ളത്, പഴയ തലമുറ അന്ന് വാഹന സൗകര്യം ഇല്ലാഞ്ഞ സമയത്തും ഇങ്ങനെയുള്ള വള്ളങ്ങളിൽ അവർ വന്ന് കഷ്ടപ്പെട്ട് വചനം കേട്ടതും പ്രാർത്ഥിച്ചതുമാണ് ഈ തലമുറയുടെ നന്മ. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് വിശ്വാസ ത്യാഗത്തിൻ്റെ ഈ യാത്ര ഇന്ന് നടത്തിയത്. ആനപ്രമ്പാൽ ഇടവകയുടെ 125 വർഷം ആഘോഷിക്കും ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ മാരമൺ കൺവെൻഷനും 125 വർഷം ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പഴമയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്രകാരം വള്ളങ്ങളിൽ വന്ന് ഈ വചനം ആരി കേൾക്കുവാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു സംരംഭമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ കഴിഞ്ഞ കാലങ്ങളിൽ മാതാപിതാക്കൾ വന്ന് ഇവിടെ താമസിച്ച് വള്ളങ്ങൾ ഉപയോഗിച്ച് അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് സ്വസ്ഥമായിരുന്ന് വചനം കേട്ട് ഒരാഴ്ചയോളം ഇവിടെ കിടന്ന് താമസിച്ച് സൗകര്യപ്രദമായി മടങ്ങിപ്പോയ ഒരു ചരിത്രം മാരാമൺ കൺവെൻഷനുമുണ്ട്. നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ആ ചരിത്രത്തിൻ്റെ ഓർമ്മയുമുണ്ട്. അത് ഓർമ്മിക്കുന്ന ഒരു നിമിഷമാണ് ഇന്ന്. ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. അതിനുവേണ്ടി ദേവാലയത്തിൽ പറഞ്ഞപ്പോൾ കണ്ട വലിയ ആവേശമാണ് ഇന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് വരുവാനായിട്ട് ഇടയായത്.
ആയി. അവിടുന്ന് വള്ളത്തെ വന്ന് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിവിടെ സുഖമായി ദൈവം ഉണ്ടെന്ന് ഇത്രയേ ഉള്ളൂ. വള്ളത്തെ വരുന്ന കുറേ നാളുകൾ കൂടാ. പിന്നെ ഇവിടെ എല്ലാ വർഷവും വണ്ടിയെ വരും, കാറേ വരും. ഞങ്ങൾ ഓരോരോ സ്ഥലത്തിൽ വന്നു ഞങ്ങൾ സുഖമായിട്ട് വന്നു ചേർന്നു.